അഭിഷേകത്തെ അനുധാവനം ചെയ്യുക എന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ മനസാക്ഷി കുറ്റമറ്റതായിരിക്കണം. നമ്മുടെ അന്തർജ്ഞാനം തെളിവുള്ളതായിരിക്കണം. 3, ഒരു പുതുക്കപ്പെട്ട മനസ്സ്. അതിനാൽ ചില മുന്നൊരുക്കങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 24:16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എഫെസ്യർ 1:17. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും. റോമർ 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമുക്ക് ഒരു കുറ്റമറ്റ മനസാക്ഷിയും ശക്തിയേറിയ ഒരു അന്തർജ്ഞാനവും പുതുക്കപ്പെട്ട ഒരു മനസ്സും ആവശ്യമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മെ ഇപ്രകാരം നയിക്കുകയും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആ സമയം നമുക്ക് ദൈവത്തെ ധൈര്യപൂർവ്വം സമീപിക്കുവാൻ കഴിയും. 1 യോഹന്നാൻ 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 7-ാം വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇബ്രായർ 9:14. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. 1 യോഹന്നാൻ 3:21. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നുവെങ്കിൽ നമുക്ക് കുറ്റമറ്റ ഒരു മനസാക്ഷി ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മുൻപാകെ ധൈര്യസമേതം നിൽക്കുവാൻ കഴിയും. പിതാവായ ദൈവം നമ്മെ ശക്തീകരിക്കുമ്പോൾ, നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുമ്പോൾ, അപ്പോൾ നമുക്ക് ശക്തമായ ഒരു അന്തർജ്ഞാനം ലഭിക്കുവാനിടയാവും. ഇവിടെ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ബലപ്പെടുത്തുന്നു. ഇവിടെയാണ് നമ്മുടെ അന്തർജ്ഞാനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ ബലപ്പെടുവാനിടയായിത്തീരുന്നത്. ദിവ്യമൂലകം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പുതുക്കപ്പെടുന്നു. ഈ പുതുക്കപ്പെട്ട മനസ്സിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അന്തർജ്ഞാനത്തിലെ വിഷയങ്ങളെ വ്യാഖ്യാനിച്ചു തരുവാൻ കഴിയും. റോമർ 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കൊലോസ്യർ 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ് വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും. റോമർ 8:6. ജഡത്തിൽ ഊന്നിയ മനസ്സ് മരണം, ആത്മാവിലൂന്നിയ മനസ്സ് ജീവനും സമാധാനവും തന്നെ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. യോഹന്നാൻ 15:7 പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ യോഹന്നാൻ 15:4 എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. 1 യോഹന്നാൻ 5:14-15. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്നും അറിയുന്നു. നാം ആത്മാവിനെ വ്യായാമം ചെയ്യുകയും ആത്മാവിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ, നാം ആത്മാവിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ, നാം ആത്മാവിൽ വസിക്കുകയും ചെയ്യുമ്പോൾ, ആ സമയം അഭിഷേകം പ്രവർത്തനനിരതമാകുകയും കർത്താവ് അവൻ്റെ വചനത്തിൻ്റെ ഭാരം നമ്മിലേക്ക് പകരുകയും അത് നമ്മുടെ അന്തർജ്ഞാനത്തിലെ അവബോധമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. 2 തിമോത്തിയോസ് 4:22. യേശുക്രിസ്തു നിന്റെ ആത്മാവോട് കൂടി ഇരിക്കട്ടെ. യോഹന്നാൻ 16:13. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ 6:63. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു.
2 കൊരിന്ത്യർ 13:3 ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവല്ലോ. നാം ആത്മാവിനെ വ്യായാമം ചെയ്യുകയും ആത്മാവിലേക്ക് പ്രവേശിക്കുകയും ആത്മാവിൽ നാം നിലനിൽക്കുകയും ചെയ്യണം. അപ്രകാരം നാം കർത്താവിൽ വസിക്കണം. ആ സമയം കർത്താവ് നമ്മുടെ ആത്മാവിലൂടെ നമ്മുടെ അന്തർജ്ഞാനത്തിലേക്ക് ഒരു ഭാരം തരികയും ആ ഭാരം അവന്റെ സംസാരമായിരിക്കുകയും ചെയ്യും. പുതുക്കപ്പെട്ട മനസ്സ് ആത്മാവിന്റെ അന്തർജ്ഞാനത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് വിവേചിച്ച് തരുന്നു. അപ്രകാരം അവന്റെ വചനം നമുക്ക് ഭാരമായി ലഭിക്കുകയും ചെയ്യുന്നു. ആ വചനം നമ്മുടെ വചനമായി തീരുന്നു. അത് നാം അവന്റെ വചനത്തിൽ വസിക്കുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ്. പുതുക്കപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു മനസ്സിന് അന്തർജ്ഞാനത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയും. അത് നാം പറഞ്ഞതുപോലെ കർത്താവിന്റെ ഭാരമായി നമ്മിലേക്ക് പകരപ്പെടുന്നു. അത് നമ്മുടെ ഭാരമായി തീരുകയും ആ ഭാരം നാം അവന്റെ വചനത്തിൽ വസിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവായി തീരുകയും ചെയ്യുന്നുവെന്ന് നാം വീണ്ടും ആവർത്തിച്ചു പറയുന്നു. എഫെസ്യർ 4:23 നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി കൊലോസ്യർ 1:10 നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുംവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. 1 കൊരിന്ത്യർ 2:16 കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ. നമുക്ക് ഇവിടെ കർത്താവിന്റെ മനസ്സുള്ളവരാണെന്ന് നാം കാണുന്നു. 1 യോഹന്നാൻ 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. നമ്മളെ കർത്താവിന്റെ ആഗ്രഹപ്രകാരം ഹൃദയാഭിലാഷ പ്രകാരം പ്രാർത്ഥിക്കുവാൻ നാം അറിയണം. അവൻ തരുന്നതായ അവന്റെ ഭാരം അവനിലുള്ള കൂട്ടായ്മയിലൂടെ അവനിലേക്ക് നാം തിരികെ പകരുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 16:24 ഇപ്രകാരം പറയുന്നു, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. 26-ാം വാക്യം, അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. യോഹന്നാൻ 14:13-14 നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. 1 യോഹന്നാൻ 3:22 അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. 1 യോഹന്നാൻ 5:14-15 അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ നാം അവനിൽ വസിക്കുകയും അവന്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:17 ഇതാണ് ശരിയായ പ്രാർത്ഥന. ആത്മാവിലേക്ക് പ്രവേശിക്കുക, ആത്മാവിനെ വ്യായാമം ചെയ്യുക, അങ്ങനെ ദൈവത്തിന്റെ ഹിതം അഥവാ ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുക. അപ്രകാരം നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തന്റെ വ്യവസ്ഥ അഥവാ തന്റെ ഗൃഹഭരണ സംവിധാനം നിറവേറ്റുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ, ഈ വചനപ്രകാരം ഉള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിലെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ, ദൈവഹിതത്തിനനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ അധികമായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആയിത്തീരണമേ. ഇന്ന് നാം ഈ സമയം ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മളായിരിക്കുന്ന പട്ടണങ്ങളിലോ ദേശങ്ങളിലോ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നുണ്ടോ? കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ തക്കവണ്ണമുള്ള പ്രാർത്ഥന, ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ തക്കവണ്ണ പ്രാർത്ഥന നിർവഹിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ.